തലേദിവസം രാത്രി തുടങ്ങിയതായിരുന്നു കേട്ടോ നമ്മുടെ അയാനക്കുട്ടിക്ക് പനിയും ഛർദിലും. നേരം വെളുക്കോളം ഛർദ്ദിച്ചത് കാരണം ഒരു പോള കണ്ണടച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനും അയാനക്കുട്ടി ഒരു 5:15 ആയപ്പോഴേക്കും കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാത്തതാണ്. പക്ഷേ രാവിലെ അയാനക്കുട്ടീന് ചോറും കഞ്ഞിയൊന്നും കഴിച്ചില്ലെങ്കിലോ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി നിന്നതാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന വൻപയർ എടുത്തിട്ട് കറിയാക്കാമെന്ന് വിചാരിച്ചിട്ട്. എന്നാൽ ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം അയാനക്കുട്ടി കഴിച്ചാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഇത്രയും റിസ്ക് എടുക്കുന്ന പാവം ആളിരിക്കണുണ്ടില്ലേ, ആകെ ടയേർഡായിട്ടുണ്ട് കേട്ടോ. ഈ പത്തിരിയും കറി ഉണ്ടാക്കുന്ന ടൈമിലും അയാനക്കുട്ടി ഒരു 4-5 തവണ ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ ആളെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോകുന്നതിൻ്റെ മുമ്പ് ഈ ബാക്കിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം കേട്ടോ. അപ്പോൾ അതാ ആ പോയത് ഞങ്ങൾ പത്തിരി കഴിക്കാനാണെങ്കിലും, പക്ഷേ പത്തിരി കഴിച്ചില്ല, ആൾ നന്നായിട്ട് ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ ക്ലീനാക്കി ഇവാൻ്റെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഇതിനിടയിൽ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പയറ് കറിയും അതുപോലെ തന്നെ മുട്ട വറുത്തതുമായിരുന്നു ആൾക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. ഒക്കെ ബാഗൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കിയിട്ട്. എന്നിട്ടാണ് കേട്ടോ ഞാൻ ഹോസ്പിറ്റൽ പോകുന്നത്, അല്ലെങ്കിൽ ലേറ്റ് ആയാലോ വിചാരിച്ചിട്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.